നമസ്തേ. കാർഷിക നന്മകൾ നിറയുന്ന നാട്ടുവരമ്പിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. ഇത്തവണ സഹ്യൻ്റെ മടിത്തട്ടിലെ വിതുര ഗ്രാമപഞ്ചായത്തിലാണ് ഞങ്ങൾ. ഇവിടെ പരിമിതികളെ അതിജീവിച്ച് കാർഷിക വിജയം നേടുന്ന ഒരു കർഷകനുണ്ട്, ബഷീർ. അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളാണ് ഇക്കുറി നാട്ടുവരമ്പിൽ. ജീവിത യാഥാർത്ഥ്യങ്ങൾ തേടിയുള്ള യാത്രകൾ പലപ്പോഴും പച്ചപ്പിൻ്റെ അരികുചേർന്നുള്ളവയാകും. പ്രകൃതിയുടെ ജീവതാളമുണ്ടാകും അതിന്. അത്തരമൊരു കാർഷിക നന്മയുടെ കാണാപ്പുറങ്ങളിലേക്കാണ് ഈ ക്യാമറ ചെന്നെത്തുന്നത്. ഒരു പതിറ്റാണ്ടായി പൈക്കളുടെ കാവലാളാണ് ബഷീർ. പ്രായം 70 പിന്നിടുന്നു. തനിക്ക് താങ്ങേകുന്ന ഊന്നുവടികൾ പകരുന്ന ഊർജം പോലെയാണ് പശുക്കൾക്ക് ബഷീറിന്റെ സാമീപ്യവും. എനിക്ക് ഈ മണിയടി കേട്ടാലേ ഉറക്കാൻ വരുള്ളൂ. കഴുത്തിൽ മണി കെട്ടി കൊണ്ടു കടന്ന് ശീലിച്ചു പോയി. അതുകൊണ്ട് പശുവിൻ്റെ കഴുത്തിലും കെട്ടിയിരിക്കുകയാണ്. മണി പലവരും ചോദിച്ചിട്ട് പോലും ഞാൻ കൊടുക്കാത്തത് എനിക്ക് ആ മണിയടിയിലെ ഉറക്കാൻ എൻ്റെ വാപ്പാര ഓർമ്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഇത് ചെയ്തേക്കുന്നത്. ഈ വാക്കുകൾ തന്നെ ധാരാളം പൈക്കളും ബഷീറും തമ്മിലുള്ള ഇഴയടുപ്പമറിയാൻ. ആടുകളെ വളർത്തിക്കൊണ്ടായിരുന്നു ബഷീറിന്റെ കാർഷിക ജീവിതം തുടങ്ങിയത്. ആദ്യം ഞാൻ വണ്ടിയും കാളൊക്കെ വിറ്റ് കുറേ ആൾ കഴിഞ്ഞപ്പോൾ പിന്നെ ആട് വാങ്ങിച്ച് കെട്ടി. അവിടെ ഒരു കാണിക്കുടിയിൽ ഒരു ആട് വയ്ക്കണമെന്ന് ആൾ വിളിച്ചുകൊണ്ടിരുന്ന് വാങ്ങിച്ചുകൊണ്ട് തന്നു. 2 ആട് വാങ്ങിച്ച് കൊണ്ടുവന്ന് 2 ആഴ്ച നിർത്തിയപ്പോൾ എനിക്കൊരു 10,500 രൂപ ആട്ടിൽ ലാഭം കിട്ടി. രോഗം ജന്മനാ തന്നെ കാലുകളെ തളർത്തിയെങ്കിലും പരമ്പരാഗതമായി പകർന്നു കിട്ടിയ കാർഷിക നന്മകൾ കൈവിടാൻ ബഷീർ തയ്യാറായില്ല. തുടക്കത്തിൽ ഞാൻ ആദ്യം ഈ കാളയും വണ്ടിയൊക്കെ ആയിരുന്നു. അത് വിറ്റ് കുറേ ആൾ സുഖമല്ലാതെ കിടന്നു. ഒരു ചായക്കട പണിക്ക് പോയപ്പോഴത്തേക്ക് എന്നെ ഞാൻ വെള്ളം എടുത്തുകൊണ്ട് പോയപ്പോൾ ഞാൻ കാല് മടുത്തങ്ങ് വീഴുന്നു. വെടിക്ക കാളയെ വിട്ടപ്പം ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്താൽ ഞാൻ ഇളിക്കൂട് ഞരമ്പാണ്, കിട്ടൂല്ല. അത് പറഞ്ഞതിനെ വിട്ട് പറഞ്ഞ് ഒരു സെക്രട്ടറി പണി കിട്ടാനുള്ള സാധ്യത ഉണ്ട്, ഒരിടത്ത് ഇരുന്ന് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഇവിടെ വന്നപ്പോൾ ആരും എനിക്ക് ഒപ്പിച്ചു തരാനാവില്ല. ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല എനിക്ക്. പിന്നെ ഞാൻ ആലോചിച്ചത് ഇങ്ങനെ നടന്ന് നമ്മൾ എന്ത് ചെയ്യും എന്നും പറഞ്ഞുകൊണ്ട് ബാക്കി പൈസയൊക്കെ എടുത്തുകൊണ്ട് ഒരു പശു വാങ്ങിച്ച് കെട്ടി. അങ്ങനെ 1 ആയി, 2 ആയി, പിന്നെ 3 പശുവായി, 4 പശു വരെ ഞാൻ കെട്ടി. വിതുര മരുതാമലയിലെ താഴ്വാരങ്ങളിലെ ഓരോ പച്ചപ്പും ബഷീറിനും പൈക്കൾക്കും സുപരിചിതമാണ്. പറമ്പിലേക്കും തിരികെ വീട്ടിലേക്കും യജമാനന് വഴികാട്ടിയാകുന്നു ഇവരുടെ സ്നേഹവാത്സല്യം. ലാഭനഷ്ടക്കണക്കുകൾ ചികയാതെ മിണ്ടാപ്രാണികൾക്കൊപ്പമുള്ള ആത്മസമർപ്പണം, അതാണ് ഈ ക്ഷീരകർഷകന്റെ നന്മ. ഈ 3 പശു കൊണ്ടാണ് ഞങ്ങൾ ജീവിച്ചു പോണത്. അല്ലാതെ ഒരു വരുമാനവും എനിക്കില്ല. പിന്നെ ഞങ്ങൾ രണ്ടും അവർ തൊഴിലുറപ്പിൻ്റെ പണിക്ക് പോകും, പൈസ കിട്ടും. ആർക്കെങ്കിലും കിട്ടിക്കൊണ്ടുവന്നാൽ ഒരാളിൻ്റെ കടം തേക്കും, പിന്നെ അടുത്ത് പോയി പണി എടുത്തുകൊണ്ട് വന്നാൽ അത് പിണ്ണാക്കടെ കൊടുക്കെ. ഇങ്ങനെയൊക്കെ ഞങ്ങൾ കഴിഞ്ഞു പോണത്. എന്നും രാവിലെ ബഷീർ പൈക്കളുമൊത്ത് ഈ പച്ചപ്പു തേടിയെത്തും.
രാവിലെ 4 മണിക്ക് ഞങ്ങളെ മോളെ വിളിച്ചുണർത്തും, ഫോണിൽ വിളിക്കുമ്പോൾ ഞങ്ങൾ അഴിച്ച് കട്ടൻ ചായ ഇട്ട് കുടിച്ചുകൊണ്ട് ഞാൻ പോയി കറന്ന് വയ്ക്കും. അവരും അതിൻ്റെ പുറകെ വരും, അതിനെടുത്ത് ക്യാനിൽ അളന്നൊഴിച്ച് വയ്ക്കും. അപ്പോൾ ഒരു 6 മണിയൊക്കെ ആകുമ്പം മറ്റേ ആറ്റോ വണ്ടിയിൽ വരും, അയാളൊന്ന് പാലെടുത്തുണ്ട് ഇവിടെയൊക്കെ കൊടുക്കാനുള്ളത് ഇവിടെയൊക്കെ കൊടുക്കും. ഞങ്ങൾ കൊടുത്തിട്ടാണ് അങ്ങോട്ട് കൊടുക്കുന്നത്. ഭാര്യ നബീസയുടെ പിൻബലം വീഴ്ചകളിൽ ബഷീറിന് താങ്ങായി. അഴിച്ചിട്ട് ഇങ്ങനെയൊക്കെ തന്നെ ഞാൻ തന്നെ കൊണ്ട് കെട്ടും. വേറെ നാട്ടിൽ കെട്ടും, ഞാൻ തന്നെ കണ്ണ് കെട്ടിയിട്ട് പോയത്. പിന്നെ ഇവിടെ ആടെ വന്ന് നിൽക്കുന്ന ഊന്നി എടുത്ത് ഇങ്ങനെ നിൽക്കും, കമ്പി ഊന്നി നിൽക്കും. പിന്നെ ഞാൻ കൊണ്ടുപോയി കെട്ടി കൊടുക്കണം എടുത്തില്ല. അവിടെ ഇരുന്ന് കറക്കും, എല്ലായിടത്തും കൊടുക്കുമ്പോൾ ഇരുന്ന് കറക്കും. 5:30 ആകുമ്പോൾ കറന്ന് തീർന്ന് കയറിയിട്ട് പിന്നെ ഒരു ചായയും കുടിച്ചിട്ട് പിന്നെ അങ്ങ് ഇരുത്തിൽ ഇറങ്ങിയാൽ 8 മണി കഴിയും വീട്ടിൽ കയറാൻ. രാവിലെ പൈക്കളോടൊപ്പം പറമ്പിലേക്കെത്തിയ ശേഷം നബീസ തൊഴിലുറപ്പ് പദ്ധതിക്കായി പോകും. പിന്നീടിവിടെ ബഷീറും പൈക്കളും മാത്രം. കൊണ്ടുവന്ന് കെട്ടണം. ഞാൻ ഈ കമ്പി ഊന്നി ഞാൻ കൊണ്ടുവരും, നമ്മളെ വീട്ടുകാർ കൊണ്ടുവന്ന് കെട്ടിയിട്ട് പോകും. ഞാൻ ഇവിടെ അതിൻ്റെ കൂടെ നിന്ന് അഴിച്ചഴിച്ച് കെട്ടി മേച്ച് കൊണ്ടുപോകും. ചിലപ്പോൾ അവർ എന്നെ വന്ന് അഴിച്ച് വീട്ടിൽ കൊണ്ട് കെട്ടിത്തരും. പരസ്പരം ഇവർ സ്നേഹം പങ്കിട്ട് വേദനകൾ മറക്കുന്നു. പശുക്കൾക്ക് വൈകിട്ട് നൽകാനുള്ള പച്ചപ്പുല്ല് ശേഖരിക്കുകയാണ് ബഷീർ. നേരം ഉച്ചയോടടുത്തു. ഇനി ഇവറ്റകളുമായി വീട്ടിലേക്കുള്ള മടക്കം. ബഷീർ എന്ന ക്ഷീരകർഷകന്റെ ഒരു ദിവസത്തിന്റെ തുടക്കം മാത്രമാണിത്. സ്വന്തം പരിമിതികളെ മറികടന്നുകൊണ്ടുള്ള പരിപാലന രീതികളാണ് ബഷീർ എന്ന ക്ഷീരകർഷകന്റെ കരുത്ത്. കർഷകനും പൈക്കളും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ ആഴം കൂടിയാണ് ബിദുരയിലെ ഈ നന്മയുടെ കാഴ്ചകൾ. പ്രകൃതി പകർന്നു നൽകിയ പച്ചപ്പിന്റെ സാന്ത്വനം ഏറ്റുവാങ്ങിക്കൊണ്ടുള്ള മടക്കം. ഞങ്ങളെ കൊച്ചിലെ പശുവിന് പില്ലറുപ്പും അതിനെ പാല് കൊണ്ടുപോക്കൊക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് വീണ്ടും ഞാൻ ഇതിലോട്ട് ചാഞ്ഞത്. എന്നെ അവർ പേണമെന്നുണ്ട്, ഞാൻ അവരെ പേണമെന്നുണ്ട്. അവർക്ക് ആഹാരം കൊടുക്കുന്നു, ഞാൻ അവരെ കറന്നെടുക്കുന്നു. പകലിന്റെ മറുപാതിയിലേക്കുള്ള തുടക്കമാണിത്. വീടിനോട് ചേർന്ന ചെറിയ ചായ്പിലാണ് തൊഴുത്ത്. ഈ ക്ഷീരകർഷകന്റെ ദിനചര്യകളിലെ വെല്ലുവിളി നിറഞ്ഞ മറ്റൊരു ഘട്ടമാണ് ഇനി. ഊന്നുവടികൾക്ക് വിശ്രമം നൽകി പാൽ ചുരത്തുന്ന പൈക്കൾക്കരികിലേക്ക്. കറന്നവിടെ വെച്ച് കൊടുക്കുമ്പോൾ അവരെ ഞാൻ എടുത്ത് പാത്രത്തിൽ അളന്ന് ഒഴിച്ചു കൊടുക്കും. ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ജീവിച്ച് പോണത്. പിന്നെ വീഴുകയും ചെയ്യും, എരത്തിൽ ചിറക്കി വീഴുകയും ചെയ്യും. കമ്പിയില്ലാതെ ഒന്നും ചെയ്യാൻ ഒക്കില്ല. നിലത്തിരുന്നു പശുക്കളെ കറക്കുക എന്നത് ബഷീറിനെ സംബന്ധിച്ച് ഒരു വെല്ലുവിളി തന്നെ. പലപ്പോഴും കാലുകളുടെ വേദന വകവയ്ക്കാതെ പൈക്കളെ കറന്നു തീർക്കും. പലകമേലിരുന്ന് നീങ്ങി അടുത്ത പശുവിനരികിലേക്ക്. തന്നാൽ കഴിയുന്ന തൊഴുത്തിലെ ജോലികളെല്ലാം തന്നെ ബഷീർ സ്വയം ചെയ്തു തീർക്കും. ഞങ്ങൾ തൊട്ടും പിടിച്ചൊക്കെ ഇങ്ങനെയൊക്കെ കഴിഞ്ഞു പോവുകയാണ്. എന്നുവെച്ചാൽ മറ്റൊരാളുടെ കീഴിൽ പോകണ്ടല്ലോ, മറ്റൊരാൾ തന്നാണ് ജീവിക്കാമെന്ന് പറഞ്ഞല്ലല്ലോ നമ്മളിരിക്കണത്. അവർ തന്നാൽ 2 ദിവസമോ 3 ദിവസമോ തരും. തന്നിട്ട് പിന്നെ അവർ പറഞ്ഞൊക്കെ നമ്മൾ കേൾക്കണം. തീറ്റ പാത്രങ്ങളിൽ കലക്കി വയ്ക്കും. പൈക്കൾ ഓരോന്നായി ബഷീറിന്റെ അരികിലേക്കെത്തി വിശപ്പടക്കി മടങ്ങും. ദേശി തീറ്റ 1, സൊസൈറ്റി തീറ്റ 1, കടയിലെ ക്യാസിൻ്റെ തീറ്റ 1 അങ്ങനെ 3 ഐറ്റം തീറ്റ. ഇപ്പം 4 ഐറ്റം ഉണ്ടായിരുന്നു, ഇപ്പം 3 ഐറ്റത്തിലാക്കി. അങ്ങനെ ഇപ്പം 3 ഐറ്റം തീറ്റയും പച്ച മരിച്ചിനിയും വീണുകൊണ്ടത്. കറന്നിട്ട് കൊടുക്കും, ഒരു നേരം കൊടുക്കും, രാവിലെ ഒരു നേരം, വൈകിട്ട് 3 മണിയൊക്കെ ആകുമ്പം കൊടുക്കും. തൻ്റേതായ രീതിയിലാണ് ബഷീർ പശുക്കൾക്ക് തീറ്റ ക്രമീകരിച്ചിരിക്കുന്നത്.
പച്ചമരത്തിന് നമ്മൾ കലക്കി കൂടെ കൊടുക്കും. ഈ പുറത്തെ തോലി ചെത്തി കളഞ്ഞിട്ട് ചെറുതായിട്ട് കൊത്തി അതിൽ കൂടെ കലക്കി കൊടുക്കും. ആൾക്ക് 2 കിലോ അതും കൊടുക്കും. കലക്ക് ഞാൻ 7 മണിക്ക് മുമ്പേ കൊടുക്കും. രാവിലെ ഒരു 6:45 ആകുമ്പോൾ കറന്ന് വിറ്റ് പോയി ഒരു കാലി ചായയും കുടിച്ചുകൊണ്ട് ഞങ്ങൾ കലക്കി കൊടുക്കും. 12:30 മണിയൊക്കെ ആകുമ്പോൾ അഴിച്ച് വീട്ടിൽ കൊണ്ട് കെട്ടും. 1:30 മണിക്ക് കറക്കും. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഒരു ദിവസം പിടിച്ചു വെച്ച് പോണത്. കൈനഷ്ടം വരുമ്പോൾ പലപ്പോഴും ബഷീർ പശുക്കളെ വിൽക്കും, പകരം പുതിയ പശുക്കളെ വാങ്ങും. മറ്റിടങ്ങളിൽ വളർത്തുന്ന പശുക്കളെല്ലാം തന്നെ ബഷീറുമായി വേഗത്തിൽ ചങ്ങാത്തത്തിലാകും. അത്രമേലാണ് പൈക്കൾക്ക് ബഷീർ പകരുന്ന സ്നേഹം. ഇത് മുട്ട പശു എന്നാണ് പറയണത്. മുട്ട കൊമ്പില്ല. ഇതിന് ഒരു 14 ലിറ്റർ പാൽ തന്ന പശുവാണ്. എനിക്ക് 10-11 ലിറ്റർ പാലേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ ഇതിന്, ഈ മുട്ടയ്ക്ക്. ജനം നല്ലത് തന്നെ ഇന്ത്യ ക്രാസ് എന്നൊക്കെ പറയും. പൈക്കളുടെ ആരോഗ്യ സുരക്ഷയിൽ ബഷീർ പ്രത്യേകം ശ്രദ്ധ ചെലുത്തുന്നു. എനിക്ക് ഇന്ന് വരെ ഇവർക്കൊന്നും അസുഖങ്ങൾ വന്നിട്ടില്ല. വന്നാൽ ഞാൻ ഉടനെ തീറ്റി അറയ്ക്കുമ്പോഴത്തേക്ക് ഞാൻ ആലോചിക്കും 2 പാരസെറ്റാൾ ഗുളികയും കൂടെ പിറ്റേന്ന് തീറ്റി കൂടെ കൊടുക്കും. അതിനുള്ള കണ്ടമാനമായിട്ട് നനയ്ക്കില്ല. നനച്ചാലും ഞാൻ വെള്ളം കോരി കുളിപ്പിച്ച് എരത്തിലേക്ക് കൊണ്ട് കെട്ടുള്ളൂ. അപ്പോഴില്ലെങ്കിൽ പനി അടിച്ചളയും. അങ്ങനെയൊക്കെ കണ്ടമാനം നനഞ്ഞാലേ അതിൻ്റെ പുറത്ത് വെള്ളം കോരി ഒഴിക്കണം. അത് വൈകിട്ട് തോട്ടി ഇറക്കി വെള്ളം കോരി വിറ്റേ ഓസെടുത്ത് വെള്ളം അടിച്ചു കൊടുക്കുക ചെയ്താൽ പിറ്റേന്ന് കുഴപ്പം വരില്ല. അപ്പം നമ്മൾ തന്നെ നനഞ്ഞു പോയാൽ ചിലപ്പം പനിയെ കടിക്കില്ലേ. അതുപോലെ തന്നെ ഇതും. പൈക്കളുടെ പ്രസവകാല പരിചരണത്തിലുമുണ്ട് കരുതൽ. അത് കുത്തിവയ്ക്കാറുമ്പോൾ അത് മാച്ചടിച്ച് വിളിക്കുമ്പോൾ നമ്മൾ ഡോക്ടറെ വിളിക്കും. അവർക്ക് 500 രൂപ കൊടുക്കണം. വിളിച്ചിട്ട് അവർ വന്ന് കുത്തിവെച്ച് തന്നിട്ട് പോകും. ചൊന പിടിക്കണതുണ്ട്, ചൊന പിടിക്കാത്തതുണ്ട്. കുഞ്ഞു പശുക്കളെ ഒരു ഇതൊക്കെ ആകുമ്പോൾ കാളക്കുട്ടിയൊക്കെ ആണെങ്കിൽ കൊടുക്കും. പെൺകുട്ടിയാണെങ്കിൽ കമ്മലിട്ട് നിർത്തിയ സൊസൈറ്റിയിൽ നിന്ന് 18 മാസം വരെ തീറ്റയൊക്കെ കിട്ടും. എന്നും പുലർച്ചെ 6 മണിക്ക് തുടങ്ങും ബഷീറിന്റെ പശുപരിപാലനം. ഭാര്യ നബീസ തന്നാൽ കഴിയുന്ന ജോലികൾ ചെയ്ത് ബഷീറിനെ സഹായിക്കും. ജീവിതത്തിൽ ഏറിയ സമയവും പൈക്കൾക്കൊപ്പം ചെലവിടുന്ന ബഷീറിന് പശുപരിപാലനം പ്രാണവായുവാണ്. ഒപ്പം പരിമിതികളെ അതിജീവിച്ചുകൊണ്ടുള്ള ജീവിത തപസ്യയും. ഡോക്ടർമാർ ഇപ്പോഴൊന്നും വരില്ല. കുറേ കാലത്തേക്ക് മുമ്പ് എൻ്റെ അടുത്ത് പറഞ്ഞ് ഇളിക്കൂടാണ്, ഞരമ്പ് ഓപ്പറേഷൻ ചെയ്ത ആൾ കിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്നെ അവിടെ മെഡിക്കൽ കളയിൽ നിന്ന് തന്നെ വിട്ടത്. ഇല്ല ഇപ്പോൾ ഒരു ചികിത്സയില്ല. പിന്നെ BP ഷുഗറിൻ്റെയും ഗുളിക ആസ്തിരിയും തന്നുകൊണ്ടിരിക്കുന്നു. അത് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്ര തന്നെ. തൻ്റെ പരിമിതികളെ പഴിചാരാതെ പ്രതിസന്ധികൾ തരണം ചെയ്യാൻ പൊരുതുന്ന ബഷീർ എന്ന ക്ഷീരകർഷകൻ്റെ ജീവിതത്തിന് സമാനതകളില്ല. ഓരോ പ്രതിബന്ധങ്ങളെയും മനക്കരുത്തോടെ നേരിടുന്നു ഈ കർഷകൻ. കല്ലാറിൻ്റെ കൈവഴികൾ പകരുന്ന കുളിർമ നുകരാനുള്ള യാത്രയാണിത്. പൈക്കളുടെയും മനുഷ്യരുടെയും മനസ്സു നിറയ്ക്കുന്ന ഹരിത സല്ലാപം. ഗ്രാമഭംഗി തഴുകിയൊഴുകുന്ന ഈ പുഴ എന്നും ബഷീറിൻ്റെയും നബീസയുടെയും ജീവിതത്തോട് ഏറെ ചേർന്നു നിൽക്കുന്നു. തൻ്റെ നേട്ടങ്ങളിലും കോട്ടങ്ങളിലുമെല്ലാം ബഷീറിന് തുണയായത് ഭാര്യ നബീസ തന്നെ.
ഈ പിന്തുണയാണ് ബഷീറിന് പരിമിതികളെ മറികടക്കാൻ ഊർജമായത്. അങ്ങനെ ജീവിതം ഒരുവിധം പച്ചപിടിച്ചു വന്നപ്പോഴായിരുന്നു ആ തിരിച്ചടി. ഇരുട്ടടി എന്ന പോലെ നബീസയ്ക്ക് അർബുദരോഗം പിടിപെട്ടു. ഇപ്പം 8-9 വർഷമായി. അവർ അറിഞ്ഞില്ലായിരുന്നു. അപ്പോൾ ഞങ്ങളോടൊക്കെ ആസ്ത്രീയിലും അങ്ങുഞ്ഞു കൊണ്ടുപോയപ്പോഴാണ് ഈ ഇതാണെന്ന് അറിഞ്ഞ്. പിന്നെ മോളും മരുവനും വിളിച്ച് കൊണ്ടുവന്ന് ഓപ്പറേഷൻ കഴിഞ്ഞ് ഇപ്പോൾ 8-9 വർഷം കഴിഞ്ഞ് അങ്ങനെ പോവുകയാണ്. പശു വളർത്തലിൽ നിന്നുള്ള വരുമാനമെല്ലാം ബഷീർ ഭാര്യയുടെ ചികിത്സയ്ക്കായി ചെലവിട്ടു. നബീസ ഇന്നും തളരാതെ ബഷീറിന് തുണയായി ഒപ്പം നിൽക്കുന്നു. തന്നാൽ കഴിയുന്ന ജോലിയെല്ലാം ഭംഗിയായി ചെയ്തുകൊണ്ട്. എനിക്ക് പെൻഷൻ പോലും കിട്ടില്ല. RCCയിലെ പെൻഷൻ മാത്രമേ എനിക്ക് വർഷത്തിലൊരിക്കൽ 1000 രൂപ വെച്ച് ഇപ്പോൾ കഴിഞ്ഞ തെങ്ങേ മാസം 5000 രൂപ കിട്ടി. ഒരു വർഷമായപ്പോഴും അത് വർഷം തോറും പുതുക്കണമെങ്കിൽ അത് കിട്ടുള്ളൂ. പോകുമ്പോൾ ചെക്കപ്പിന് പോകുമ്പോൾ പുതുക്കും അവിടെ. കറന്നെടുക്കുന്ന പാൽ വിൽക്കുന്നത് മരുതാമല ക്ഷീരസഹകരണ സംഘത്തിലാണ്. സുഹൃത്തായ റോബിൻസനാണ് അകലെയുള്ള ക്ഷീരസംഘത്തിൽ പാൽ കൊണ്ടെത്തിക്കുന്നത്. വർഷങ്ങളായി റോബിൻസൺ പ്രതിഫലമൊന്നും വാങ്ങാതെ കൂട്ടുകാരന് ഈ സഹായം ചെയ്തു വരുന്നു. വലിയ ദയനീയ അവസ്ഥയിൽ കഴിയുന്ന ആളാണ്. രാവിലെ വൈകിട്ടും പാല് ഞാനാണ് എൻ്റെ ഇതായിട്ടാണ് കൊടുക്കുന്നത്. ഒരു സാമ്പത്തികമൊന്നും തരണതല്ല, എന്നാലുള്ള സഹായം ചെയ്യുന്നതാണ്. ഒരു മുച്ചക്ര സ്കൂട്ടർ എന്നത് ബഷീറിന്റെ സ്വപ്നമായി ഇന്നും അവശേഷിക്കുന്നു. ഇതിനായി ഈ ക്ഷീരകർഷകൻ മുട്ടാത്ത വാതിലുകളില്ല. 4 വീലുള്ള വണ്ടി കിട്ടാമെങ്കിൽ പാല് കൊണ്ടുപോകാനും പിള്ളേർത്ത കൊണ്ടുവരാനും ഒക്കെ സ്വാതന്ത്ര്യമുണ്ട്. എല്ലാം ഞാൻ കൂലി കൊടുത്താണ് ചെയ്യണത്. കിട്ടാൻ വേണ്ടി ഞാൻ എല്ലാം 10,000-8,000 രൂപയ്ക്ക് പുറത്ത് ചിലാക്കി പോയപ്പോൾ അത് പറഞ്ഞാണ്ട് 61 വയസ്സാവുകൊണ്ട് കിട്ടൂല എന്ന്. പിന്നെ ഞാനങ്ങ് മതിയാക്കി അതിനെപ്പറ്റി. പുള്ളിയുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഈ പാല് രാവിലെ വൈകിട്ടും കൊണ്ടുപോകുന്നതിനായിട്ടൊരു ചെറിയ സഹായം ഹെൽപ്പ് ചെയ്തു കൊടുത്താൽ വളരെ ഉപകാരമാണ്. ഒരു വണ്ടി ആണ് പുള്ളി ആഗ്രഹിക്കുന്നത്. അപ്പോൾ അത് ചെയ്തു കൊടുത്താൽ നമ്മൾ എപ്പോഴും വന്ന് പുള്ളിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റില്ല. ഞാനും കൂലിപ്പണിക്കാരനാണ്. പാലിന്റെ അളവ് കുറവാണെങ്കിലും ലഭിക്കുന്ന പാൽ കൃത്യസമയത്തു തന്നെ ക്ഷീരസംഘത്തിലേക്ക് ബഷീർ കൊടുത്തുവിടും. ക്ഷീരവകുപ്പിന്റെ വിവിധ പദ്ധതികളും ബഷീർ പ്രയോജനപ്പെടുത്തുന്നു. 8-10 വർഷം കൊണ്ട് ഇവിടെ പാൽ ഒഴിക്കുന്ന ഒരാളാണ് ബഷീർ. അപ്പോൾ ഏറ്റവും കൂടുതൽ ഒരു ദിവസം ഒരു 20 ലിറ്ററോളം പാലൊക്കെ ഒഴിക്കുന്ന ഒരാളാണ് ബഷീർ. ഇവിടെ നിന്നും അതിനുള്ള സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുമുണ്ട്. സബ്സിഡി തീറ്റയിലായാലും പാലിൻ്റെ വിലയിലായാലും സബ്സിഡിയൊക്കെ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ലോൺ കൊടുത്തിട്ടുണ്ട്. പുതിയ പശുവിനെ വാങ്ങിച്ചു. തീറ്റയിൽ സബ്സിഡി കൊടുത്തിട്ടുണ്ട്. പാലിന് 3 രൂപ അധികം സബ്സിഡിയാണത് ഇപ്പോൾ അനുവദിച്ച് കൊടുത്തിട്ടുണ്ട്. സൊസൈറ്റിയിൽ നിന്ന് പിന്നെ 550-650 രൂപ തീറ്റ ഉണ്ട്. ഇത്രയേ ഉള്ള ആദായം, അല്ലാതെ വേറെ ഒന്നുമില്ല. അത് 1000 രൂപ തീറ്റയ്ക്ക് ഇപ്പോൾ അവർ 650 രൂപയ്ക്കാണ് ഞങ്ങൾക്ക് തരണത്. നനച്ചിരിക്കാതെ ഇടയ്ക്കു വാങ്ങിയ പശു ചത്തുപോയതും ഈ കർഷകന് തിരിച്ചടിയായി. 58 രൂപ പശു വീഴുന്ന ചത്തുപോയി. അതിലാണ് ഇത്രയും കടം കയറിയായി. അത് ഞാൻ പലിശയ്ക്ക് രൂപ എടുത്തുകൊണ്ടാണ് ആ പശുവിനെ മാറ്റിവിടെ കൊണ്ടുവന്നത്. പശു അന്നേരത്തെ ഉണക്കായിരുന്നു. അത് വേറെ ഒരു പശുവിനെ കലക്കിക്കൊണ്ടിരുന്ന് ഇതിനെ എരത്തിലേക്ക് കയറ്റി കെട്ടിയപ്പോൾ തന്നെ വീട്ടുകാർ പശു ജനലിലോട്ട് നോക്കി നിൽക്കണം പറയും മുമ്പ് പശു പൊത്തനെ അങ്ങ് വീഴുന്നു. ഞാൻ അവിടെ നിന്ന് അഴിച്ച് കമ്പി എടുത്തുകൊണ്ട് ഇപ്പുറത്ത് പശു വടിയായി. എടുക്കാൻ പലരും ഒന്ന് ചോദിച്ചിട്ട് ഞാൻ കൊടുത്തില്ല. ഞാൻ പിറ്റേന്ന് RCP വിളിച്ച് 2000 രൂപ കൊടുത്ത് അതിന് തൊട്ടടുത്ത വളക്കാരൻ വിളന്ന് കുഴിച്ചിട്ട് അതിൻ്റെ കുട്ടിയെ അവിടെ ഇട്ട് വേറെ ഒരാളിന് കൊടുക്കുകയും ചെയ്തു. ഇപ്പോഴുള്ള തൻ്റെ കടങ്ങൾ വീട്ടി കൂടുതൽ പശുക്കളെ വളർത്തണമെന്നുള്ളതാണ് ഈ കർഷകന്റെ ആഗ്രഹം. ഇത് തന്നെ കുറേ കാലം കൂടെ എനിക്ക് പോകണമെന്നാണ് എൻ്റെ മനസ്സിൽ. ഇനി പിന്നെ എങ്ങനെയെന്ന് ദൈവത്തിനെ പറയാൻ പറ്റുള്ളൂ. എനിക്കിപ്പോൾ ഒരു പശു വാങ്ങിത്തരേ എൻ്റെ കുറച്ച് കടം തീർക്കാനുള്ള സെറ്റപ്പ് ചെയ്ത് തന്നാൽ ഞാൻ കുറച്ചുകൂടെ നീണ്ടു പോകണമെന്നാണ് എൻ്റെ മനസ്സിൽ. അല്ല വേറെ നിവൃത്തിയില്ല. ബിദുരയിലെ മക്കി എന്ന സ്ഥലത്ത് മിച്ചഭൂമിയിൽ പഞ്ചായത്ത് അധികൃതർ വെച്ചു നൽകിയ വീട്ടിലാണ് ബഷീറും ഭാര്യയും താമസിക്കുന്നത്. തങ്ങളുടെ ചികിത്സാ ചിലവുകളിലൂടെ കടം കയറിയിട്ടും പശുക്കളെ വിൽക്കാൻ ഈ ക്ഷീരകർഷകന്റെ മനസ്സ് അനുവദിക്കുന്നില്ല. ഇപ്പം എനിക്ക് വിടണമെന്ന് തോന്നണില്ല. ഈ പശുക്കളെ കൊടുക്കണമെന്നേ തോന്നണില്ല. ഇത്രയും സ്നേഹം കൂടിയൊരു പശുക്കളെ കിട്ടൂല. ഇപ്പം 3 പേരും നല്ല സ്നേഹമാണ്. ഒരു ചവിട്ട തൊഴുപ്പോ ഒന്നുമില്ല. കറക്കാൻ പോയാലേ ചവിട്ട തൊഴുപ്പോ ഒന്നുമില്ല. ഞാൻ നാക്കിയാൽ പല പേരും നിരങ്ങിയാണ് ഇവർ അടുത്തുകൂടെയാണ് പിറക്കൂടെയാണ് അങ്ങ് അപ്പുറത്തേന് കറക്കാനൊക്കെ പോണത്.
തീരെ നിവൃത്തിയില്ലാതെ വന്നാൽ മാത്രമേ ബഷീർ പശുക്കളെ വിൽക്കുകയുള്ളൂ. അത്രമേൽ പ്രണയമാണ് ബഷീറിന് ഈ പൈക്കളോട്. പശുപരിപാലനം ഒരു തൊഴിൽ മാത്രമല്ല, അതിനപ്പുറം പൈക്കളും കർഷകരും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ അടയാളപ്പെടുത്തൽ കൂടിയാണെന്ന് ബഷീറിന്റെ ജീവിതം അടിവരയിടുന്നു. വിതുര ഗ്രാമത്തിലെ ഈ കാർഷിക അതിജീവനത്തിൻ്റെ കാഴ്ചകൾ സമൂഹത്തിനാകെ മാതൃകയാകട്ടെ. നാട്ടുവരമ്പിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ കാർഷിക വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നമസ്തേ.